നമസ്കാരം. കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെയും പോളിൻ്റെയും വീട്ടിൽ രാഹുൽ ഗാന്ധി MP സന്ദർശനം നടത്തി. ഇന്ന് രാവിലെ 7:30 രാഹുൽ ഗാന്ധി MP ഇരുവരുടെയും വീടുകളിലെത്തിയത്. കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകർ ഇവരുടെ വീടുകൾ സന്ദർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനപ്രതിനിധികൾ ഇവരുടെ വീടുകൾ സന്ദർശിക്കുന്നില്ല, ഇവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വലിയ തോതിൽ പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും കൽപ്പറ്റയിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പോളിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുൽപ്പള്ളി ടൗണിൽ എത്തുകയും അവിടെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അതിനുശേഷം മന്ത്രിയോ കലക്ടറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല ഇതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ജനസംഘർഷം അവിടെ ഉണ്ടാവുകയും ജനപ്രതിനിധികൾ അവരുടെ വീടുകൾ സന്ദർശിക്കുന്നില്ല, അവരെ ആശ്വസിപ്പിക്കാൻ എത്തുന്നില്ല എന്ന തോതിലൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു ദിവസം അവധി നൽകി രാഹുൽ ഗാന്ധി MP, വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധി MP ഇന്ന് വയനാട്ടിലെ ഇവരുടെ വീടുകളിലെത്തിയത്. രാവിലെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ അദ്ദേഹം റോഡ് മാർഗമാണ് മാനന്തവാടിയിലേക്ക് പുറപ്പെട്ടത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുവാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന സന്ദർശനം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിലും പിന്നീട് പോളിൻ്റെ വീട്ടിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുകയുണ്ടായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ 7:33 രാഹുൽ ഗാന്ധി അജീഷിൻ്റെ വീട്ടിലെത്തിയത്. 20 മിനിറ്റോളം അദ്ദേഹം അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തു. അജീഷിൻ്റെ വീട്ടിൽ നിന്ന് സന്ദർശനം കഴിഞ്ഞിറങ്ങിയ രാഹുലിനോട് സംസാരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് രാഹുലുമായി പ്രദേശവാസി സംസാരിക്കുകയും ആനയെ പിടിക്കാത്തതിലുള്ള തങ്ങളുടെ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ആവശ്യത്തിന് ചികിത്സ കിട്ടാനുള്ള സംവിധാനം വയനാട്ടിലില്ല എന്നും രാഹുലിനെ അവർ അറിയിക്കുകയുണ്ടായി. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയത്. അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വലിയ തോതിൽ ഉണ്ടാകുന്നു, തങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള സംഘർഷം വയനാട്ടിലൊക്കെ അരങ്ങേറിയത്. അതിനെ തുടർന്നാണ് ഒരു MPയും MLAയും ഒന്നും അവിടെ സന്ദർശിക്കുന്നില്ല എന്ന തോതിലുള്ള വലിയ തോതിലുള്ള വിമർശനം ഉയർന്നതിനെ തുടർന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഒരു ദിവസം അവധി നൽകിയാണ് രാഹുൽ ഗാന്ധി തിരിച്ച് വയനാട്ടിലേക്ക് എത്തിയത്. വയനാട് MP കൂടിയായ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം നാട്ടുകാർക്കൊക്കെ വലിയ തോതിൽ ഒരു ആശ്വാസമായി എന്ന് തന്നെ പറയേണ്ടി വരും.